ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റ് വെച്ചാൽ നമ്മൾ പറന്നു പോകുമെന്ന് വിചാരിക്കും, അതുപോലത്തെ ഒരു കാറ്റാണ്. ഈ കാറ്റിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കൂടെ മണ്ണുണ്ട്. ദുബായിലുള്ളവർക്കും സൗദിയിലുള്ളവർക്കും കുവൈറ്റിലുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇവിടുത്തെ കാറ്റിൻ്റെ പ്രത്യേകത. മിക്കവാറും ഇന്ന് വൈകുന്നേരം ഇവിടെ സയൻസ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വേഗം പോയിട്ട് ഞാൻ തിരിച്ചു വരാം. പറ്റുമെങ്കിൽ സയൻസ് സ്റ്റോം കിട്ടുമെങ്കിൽ നമുക്കിന്ന് സയൻസ് സ്റ്റോമും ഈ വ്ലോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഫാഹയിൽ പോവുകയാണ്. കഴിഞ്ഞ എൻ്റെ വ്ലോഗിൽ ഞാൻ പറഞ്ഞൊരു സ്ഥലം തന്നെയാണ് ഫാഹൽ. കുവൈറ്റിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നാണ്. അതേ ഒരു സിറ്റി, നല്ല കാര്യം. വായിലേക്ക് മണ്ണു പോകും. കുറച്ച് പർച്ചേസിങ് ഉണ്ട്. പിന്നെ അവിടുത്തെ ചില പഴയ മാർക്കറ്റും കാര്യങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ മിക്കവാറും കാറ്റത്ത് പറഞ്ഞോളൂ. കാരണം ഓൾറെഡി ഇവിടെ സയൻസ് സ്റ്റോമിനുള്ള തുടക്കത്തിന് നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇനി പാലത്തിന് മുകളിലേക്ക് കയറുമ്പോൾ നല്ല വിജയമായ സ്ഥലമായതുകൊണ്ട് കാറ്റിന് ശക്തി കൂടും. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും വേണ്ട ഒരു സാധനമാണ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ്. ഇവൻ 2 വീലേഴ്സിനാണെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ യൂസ് ചെയ്യും. കുവൈറ്റിലെ ഹൈവേ ആണ്. ആ ഹൈവേ നമ്മൾ വളരെ സുഖമായിട്ട് ക്രോസ് ചെയ്യുകയാണ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് വഴി. കാറ്റിൻ്റെ ശക്തി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. ബസ് കിട്ടി. ബസ് കയറുന്നെടുക്കാൻ പറ്റിയില്ല, ഓടിപ്പിടിച്ച ബസ് കിട്ടി. ഈ ബസ് മിസ്സായ പിന്നെ കുറച്ച് ഇവിടെ നിൽക്കേണ്ടി വരും. കുവൈറ്റിൽ എല്ലായിടത്തേക്കും ബസ്സുകളുണ്ട്. ടാക്സിക്ക് ഭയങ്കര കാശാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ താമസിക്കുന്ന സ്ഥലം മെഹബുള എന്ന് പറയുന്നത്. ആ മെഹബുളയിൽ നിന്ന് ഫാഹിലിലേക്ക് ഒരു യാത്ര. അപ്പോൾ കാഴ്ചകളാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വഴിയിൽ വലിയ തിരക്കൊന്നുമില്ല, ബ്ലോക്കൊന്നും കിട്ടിയില്ല. ഞാൻ കയറിയതൊരു ഡബിൾ ഡെക്കർ ബസ്സിലാണ്. അപ്പോൾ മുകളിലത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിൽ ഫാഹലിനോടടുത്തു. ഇപ്പോൾ വീഡിയോയിൽ കാണാം.
പഴയ ബിൽഡിങ്ങുകൾ. സാധാരണ മിഡിൽ ഈസ്റ്റ്, ദുബായ്, കുവൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലുള്ളവരൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പ്രതീക്ഷിക്കും. ഇത് ഫാഹയിലെ പഴയ സിറ്റിയാണെന്ന് പറഞ്ഞതുകൊണ്ട് പഴയ കുറേ ബിൽഡിങ്ങുകളൂടെ കാണാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കാണിച്ചു തരാം. ഈ ഹോസ്പിറ്റൽ ഫുൾ മലയാളികളാണ്. നമ്മൾ ഫാഹയിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഫാഹയിൽ വരെ വന്ന ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലത്തെ നില ഒരൊറ്റ മനുഷ്യരില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങൾ നമ്മൾ സ്റ്റോപ്പ് അമർത്തി താഴത്തേക്ക് പോകും. സീവ ലൈനാണ്. സാധാരണ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടികൾ നിർത്തി കൊടുക്കാറുണ്ട്. ഇന്നെന്താണെന്നറിയില്ല, പതിവിന് വിപരീതമായിട്ട് ആൾക്കാർ ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലും വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയറിയില്ല. നാട്ടിൽ ദുബായിൽ എല്ലാം വലിയ ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണ് ഉണ്ടാവുന്നത്. ഇത് കുവൈറ്റിൽ ലുലുവ. നാട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചിന് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ വാങ്ങിച്ചിട്ട് വരാം. ഇതാണ് പുതിയ അൽകൂത്ത് മാൾ. പഴയ അൽകൂത്ത് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ അൽകൂത്ത് മാൾ പണിതിരിക്കുന്നത്. ഈ മാളിൽ നിന്നും പഴയ മാളിലേക്ക് റോഡിന് പുറകെ എയർ കണ്ടീഷൻ വാക്ക് വേ ഉണ്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാതെ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് അപ്പുറത്തെത്താം. ഈ മാളിൽ എല്ലാവിധ ബ്രാൻഡഡ് ഷോറൂമുകളുണ്ട്. ഇതാണ് വാക്ക് വേ. ഈ വാക്ക് വേയിൽ നിന്നും നമുക്ക് പഴയ അൽകൂത്ത് മാൾ കാണാൻ പറ്റും. റോഡിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മറു സൈഡിലേക്ക് നടന്നു പോകാം. ഈ പഴയ അൽകൂത്ത് മാളിൻ്റെ അപ്പുറത്തെ സൈഡ് കടലാണ്. അപ്പോൾ ഈ കടലിൽ നിന്നും പിടിച്ചിട്ട് വരുന്ന മീനെല്ലാം പെട്ടെന്ന് ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിക്കാനെല്ലാം ഇത് ഉപകരിക്കും. നമുക്ക് താഴത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഫിഷിംഗ് ബോട്ടുകളെല്ലാം കിടക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഫിഷ് മാർക്കറ്റിലും ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ വാക്കിംഗ് ബ്രിഡ്ജിലൂടെ ക്രോസ് ചെയ്ത് പഴയ അൽകൂത്ത് മാളിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷിംഗ് ബോട്ടുകൾ. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഫിഷിംഗ് ബോട്ടുകളുണ്ട്. അത് കടലിൽ നിന്നും ഒരു യാർഡ് പോലെ വേർതിരിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പിടിച്ചിട്ട് വരുന്ന
മീനുകളെല്ലാം നേരിട്ട് അൽകൂത്ത് മാളിലെ ഫിഷ് മാർക്കറ്റിലെത്തും. ഇതാണ് അൽകൂത്ത് മാളിലെ ഫിഷ് മാർക്കറ്റ്. എല്ലാ വിധത്തിലുള്ള മീനുകളും ഇവിടെ അവൈലബിൾ ആണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മീനും കിട്ടും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ നിർത്തുന്നു. നമുക്ക് വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. താങ്ക് യു.